ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് കൂട്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ട് ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാനൊരു ചപ്പാത്തിക്കല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടി ഒന്ന് വിതറിയിട്ട് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ബാക്കിയെല്ലാതും ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം അങ്ങനെ ചുട്ടെടുക്കാം. ഞാൻ എണ്ണയൊന്നും പുരട്ടി കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് 2 സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ അതിൽ ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരും നമ്മുടെ ചപ്പാത്തി. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയെല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മൂത്ത് പോകരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് വലിയ ഉള്ളി ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ടേസ്റ്റ് മാറുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ തന്നെ ഒരു എരിവിന് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, വെറും പച്ചമുളകാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ എരിവും ഉണ്ടാവുമല്ലോ, അപ്പോൾ പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവിന്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട, അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ പൊടിയുടെ പച്ചമണം മാറി കിട്ടിയാൽ മതി, അതുവരെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഇഷ്ടു ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ഗ്രേവി പോലെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം കറിയായിട്ടല്ല, കുറച്ചൊക്കെ ഗ്രേവി ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ അടപ്പ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടു റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടു റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കിഴങ്ങൊക്കെ. അപ്പോൾ ഒന്നും കൂടെ നല്ല കുറുക്കം കിട്ടും. ഇതിപ്പോൾ ഉപ്പൊന്നുമില്ലെങ്കിൽ ഈ നേരത്തൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള ഇഷ്ടു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയും ഇഷ്ടവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ആയാലും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇഷ്ടം തന്നെയാണിത്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തൈരൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്